الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു സൂറത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹുമസ. സൂറത്തുൽ ഹുമസ എന്നതാണ് സൂറത്തിൻ്റെ പേര്. ഈ സൂറത്ത് അവതീർണമായിട്ടുള്ളത് മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ്. സ്വാഭാവികമായിട്ടും മക്കയിൽ അവതരിച്ച സൂറത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, തൗഹീദുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് പൊതുവെ അതിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, അതല്ലെങ്കിൽ റിസാലത്താണ്, അതുമല്ലെങ്കിൽ ആഖിറത്താണ്. അപ്പോൾ ഇതിൽ ആഖിറത്തുമായി ബന്ധപ്പെട്ട് ചില പ്രതിപാദനങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സൂറത്തിൻ്റെ ലക്ഷ്യം, ഇതിലടങ്ങിയിരിക്കുന്ന ആശയം എന്നുള്ളത് നശിക്കപ്പെട്ട, നാശത്തിന് വിധേയമാകുന്ന നഷ്ടക്കാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വിശേഷണങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ഒരു മനുഷ്യൻ നശിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശമായ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഒന്നാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. വൈലുൻ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. വൈൽ എന്ന് പറഞ്ഞാൽ നാശം. വൈലുൻ, നാശമുണ്ടാകട്ടെ എന്നാണ് പറയപ്പെടുന്നത്. നാശമുണ്ടാകട്ടെ. ആർക്കാണ് നാശം? ലികുല്ലി, എല്ലാ ആളുകൾക്കും നാശമുണ്ടാകട്ടെ. ആ നാശത്തിന് വിധേയമാകുന്ന ആളുകളുടെ സവിശേഷതയാണ് ശേഷം പറയുന്നത്. എങ്ങനെയുള്ള ആളുകളാണ് അവർ? ഹുമസത്തിൻ ലുമസ. അവർ കുത്തുവാക്ക് പറയുന്ന ആളുകളാണ്. കുത്തുവാക്ക്, ആളുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയുന്നവരാണ് അവർ. അതോടൊപ്പം തന്നെ ഹുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവാക്ക് പറയാം. ലുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപിക്കാണ്, ജനങ്ങളെ ആക്ഷേപിക്കുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നമ്മൾ വിശദീകരിക്കുമ്പോൾ പറയും. അപ്പൊ കുത്തുവാക്ക് പറയുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന ആളുകൾ, അവർക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ എന്താണ് ഹുമസ, എന്താണ് ലുമസ, രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കണം. അതായത് ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിലൂടെ ഒരാളെ മോശമാക്കുക എന്നതിനെയാണ് ഹുമസ എന്ന് പറയാം. നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഒരാളെ മോശമാക്കി ചിത്രീകരിക്കുക. എന്നാൽ അതേ സമയത്ത് സംസാരത്തിലൂടെ ഒരാളെ കുറച്ച് കാണിക്കുക, അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ എടുത്തു പറയുക എന്നതിനെയാണ് ലുമസ എന്ന് പറയുക. ഒന്ന് സംസാരമാണ്, മറ്റൊന്ന് പ്രവർത്തനവും ഇഷാറത്തുമാണ്, ചൂണ്ടിക്കാണിക്കലുമാണ്. അപ്പം ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുകയും
ആളുകളെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ വില കുറച്ച് കാണുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. അത് റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്നത്. അതായത് ഇതിൽ ഈ ആയത്തിൽ ഗീബത്തിനെതിരെയുള്ള, ഗീബത്ത് പറയാൻ പാടില്ല എന്നതിനുള്ള വലിയ ആയത്തായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഹ്കുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, നിങ്ങൾ ഒരു സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗീബത്ത് പറയുന്നവൻ ചെയ്യുന്നത് എന്താ? അവൻ്റെ സ്വന്തം സഹോദരൻ, മരിച്ച സഹോദരൻ്റെ മാംസം കഴിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതദ്റൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? ആ സമയത്ത് സഹാബാക്കൾ പറയും, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹും റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹ്, അവൻ വെറുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം, നീ പറയാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സഹോദരന് ഒരു വെറുപ്പുണ്ടാക്കുന്ന കാര്യം, അത് വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ പറയരുത് എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലുഹു, ഞാൻ ഉള്ളതാണ് അവനെ കുറിച്ച് പറയുന്നതെങ്കിലോ, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്ത, നീ ഉള്ളതാണ് പറയുന്നതെങ്കിൽ നീ ഗീബത്താണ് പറഞ്ഞത്. വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്ത, നീ ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ നീ എന്ത് ചെയ്തിരിക്കുന്നു, അതിനേക്കാളും അങ്ങേയറ്റത്തെ അക്രമമാണ് നീ അവൻ്റെ വിഷയത്തിൽ ചെയ്തത് എന്ന്. അപ്പോൾ ഉള്ളത് ഒരാളെ കുറിച്ച് പറയുക എന്നതാണ് ഗീബത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുക എന്നതാണ്. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുള്ള പറയുന്നത്, ദിക്റുൽ ഗൈരി സലാസ, മറ്റുള്ള ആളുകളെ കുറിച്ച് പറയുക എന്നത് 3 രൂപത്തിലാണ്. ഒന്ന് ഗീബത്താണ്, അവനെക്കുറിച്ച് ഉള്ളത് പറയലാണ്. മറ്റൊന്നോ വൽ ബുഹ്താൻ, അവനെക്കുറിച്ച് ഇല്ലാത്തത് പറയലാണ്. മൂന്നാമത്തേത് ഇഫ്കാൻ, അതായത് എന്താണോ നമുക്ക് കിട്ടിയ വാർത്ത അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ എന്ത് ചെയ്യാം, അതൊരാളുടെ മേൽ ആക്ഷേപിക്കുക എന്നതാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ഈ 3 രൂപത്തിലാണ് പറയപ്പെടുന്നത്. 3 എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് പറയാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും സാഹോദര്യം വളർത്താൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ സഹോദര ബന്ധമുണ്ടാകണം എന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആയത്തുകളൊക്കെ ഉപോത്ബലകമാണ് എന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം എന്താണ്, സഹോദരന്മാരാണ്. അപ്പൊ ആ സാഹോദര്യത്തിന് കോട്ടം തട്ടിക്കുന്നതാണെന്ത്, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ബുഹ്താന് പറയുക. അപ്പൊ ഇങ്ങനൊക്കെ ഇത് ഒരാൾ പറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുക്കലിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് അവരുടെ സുഹൃത്ത് ബന്ധത്തിന്, അവരുടെ സുഹൃത്ത് വലയത്തിന് എന്ത് ചെയ്യും, വലിയ വിള്ളലുണ്ടാക്കും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, എല്ലാ മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിന്റെ മേൽ ഹറാമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ദമുഹു, അവന്റെ രക്തം ചിന്താൻ പാടുള്ളതല്ല. മറ്റൊന്നോ വമാലുഹു, അവന്റെ ധനം അപഹരിക്കാൻ പാടുള്ളതല്ല. വഇർലുഹു, അവന്റെ അഭിമാനം, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു വാക്ക് പോലും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ ഇർലിന്, അവന്റെ അഭിമാനത്തിന് കഅബയേക്കാളും പ്രാധാന്യമുണ്ട് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ കഅബയെ ഒരാൾ പൊളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എത്ര വലിയ കുറ്റമായിരിക്കും. അതിനോട് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത് എന്ത്, ഒരു സഹോദരന്റെ ഇർലിന് അഭിമാനം വെച്ചെന്ത് ചെയ്യരുത്, നമ്മൾ കളിക്കരുത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നത്, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം ചെയ്യരുത്, അസൂയ വെച്ച് പുലർത്തരുത്. വലാ തബാഗളു, പരസ്പരം കോപിക്കരുത്. വലാ തഫാഹഷു വലാ തദാബറു വലാ യഗ്തബ് ബഅലുകും ബഅല, പരസ്പരം മോശമായത് പറയുക, പരസ്പരം ഗീബത്ത് പറയുക, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. പരസ്പരം സാഹോദര്യത്തിൽ വർദ്ധിക്കണം. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരന്മാരായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ
മാറണം എന്നതാണ്. അപ്പൊ ഗീബത്ത് പറയുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷ എന്തെയും അവർക്കുണ്ടാകും എന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ വിശദീകരിച്ചുകൊണ്ട് പറയാം, മറർത്തു ലൈലതൻ ഉസ്രിയ ബി അലാ അഖ്വാമിൻ, ഞാൻ ഇസ്രായിന് പോയ സന്ദർഭത്തിൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു. എന്താണ് അവർ ചെയ്യുന്നത്? യഖ്മിഷൂന വുജൂഹഹും ബി അൽഫാരിഹിം, അവരുടെ നഖം കൊണ്ട് എന്തെയാണ് അവരുടെ മുഖത്തെ അവർ പറിച്ചു കളയുകയാണ്. അപ്പൊ നഖം കൊണ്ട് എന്തെയാണ് അവരിങ്ങനെ അവരുടെ മുഖത്ത് പറിച്ചു കളയുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ ജിബ്രീൽ മൻ ആഹുലാഹി, ആരാണ് ആ വിഭാഗം? ഖാല ആഹുലാഹി അല്ലദീന യഗ്താബൂന അന്നാസ് വയഖഊന ഫീ അഅറാദിഹിം, അവർ ജനങ്ങളെ കുറിച്ച് ഗീബത്ത് പറയുന്ന ആളുകളാണ്. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തിൽ കളിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ആളുകളാണ് ആ ശിക്ഷക്ക് അർഹമായിട്ടുള്ളത് എന്ന്. അപ്പൊ അതുകൊണ്ട് വലിയ ശിക്ഷക്കാണ് ഗീബത്ത് പറയുന്നതിന് എന്ത് ചെയ്യാ വിധേയനാവുക എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് എപ്പോഴും ഹൃദയത്തിന്റെ പിന്നിലായിരിക്കുന്ന, ലിസാനുൽ മുഅ്മിൻ ഖൽഫ ഖൽബിഹി, അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. എന്ത് സംസാരിക്കാൻ ഉദ്ദേശിച്ചാലും അവൻ എന്ത് ചെയ്യും? ആലോചിക്കും, ഇത് സംസാരിക്കണോ, ഇത് സംസാരിച്ചാൽ എനിക്ക് ആഖിറത്തിന് ഉപകാരമായിരിക്കുമോ, അതല്ല അള്ളാഹുവിന് എതിരാകുമോ എൻ്റെ ഈ സംസാരം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാം ഒരു മുഅ്മിൻ സംസാരിക്കാന്ന്. ഇനി അതേ സമയത്ത് മുനാഫിഖ് എങ്ങനെയാണ് സംസാരിക്കുക? അവന്റെ ഹൃദയത്തിന്റെ മുന്നിലാണെന്ത് നാവുണ്ടാവുക, ഒന്നും ആലോചിക്കൂല, ആർക്കാണ് എൻ്റെ സംസാരം ബാധിക്കുക എന്നൊന്നും ആലോചിക്കാതെ എന്ത് ചെയ്യും അവൻ സംസാരിക്കും എന്നുള്ളതാണ്. ബുദ്ധിമാന്മാരുടെ അടയാളത്തിൽ പറയപ്പെട്ടതാണെന്ത് ഹുസ്നുസ്സംത്, അതായത് ചാടിക്കേറി സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. ആലോചിച്ച് അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യുഅ്മിൻ ബിഖൽബിഹി ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത്. വലാ തതബ്ബഉ ഔറാതിഹിം, അവരുടെ ഔറത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് പരിശോധിക്കരുത്. അതായത് ഇവിടെ അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് കയറി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ അവരുടെ കുറ്റവും കുറവും എന്ത് ചെയ്യാം കണ്ടെത്തി നടക്കുക, അതെന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫഇന്നഹു മൻ തതബ്ബഅ ഔറത അഖീഹി തതബ്ബഅ അല്ലാഹു ഔറതഹു, ആരെങ്കിലും ഒരു സഹോദരന്റെ ഔറത്ത്, അവന്റെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവന്റെ കുറ്റം കുറവ് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നടന്നാൽ അല്ലാഹ് എന്ത് ചെയ്യും, ഓന്റെ ഔറത്ത് പരിശോധിച്ച് നടക്കും. അള്ളാഹു പരിശോധിച്ച് നടന്ന അവന്റെ കാര്യം ചെയ്തു അവസാനിച്ചു എന്നതാണ്. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു, അള്ളാഹു ഒരാളുടെ ഔറത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ വീടിന്റെ അകത്തളത്തിലാണ് ഉള്ളത് എങ്കിലും അല്ലാഹ് എന്ത് ചെയ്യും, ഓനെ വഷളാക്കുന്ന, അവന്റെ വീടിന്റെ അകത്തളത്തിലാണ് അവൻ ഉള്ളത് എങ്കിലും അള്ളാഹു അവനെ വഷളാക്കി കളയും. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനും ഓൻ എന്ത് ചെയ്യരുത്, അവന്റെ സംസാരത്തിൽ യാതൊരു കുറവ് വരുത്തുകയോ അതല്ലെങ്കിൽ അവനെ മോശമാക്കി പറയുകയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ച് പറയുന്നത് എന്താ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തിലെ സംസാരങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം കൂടി നിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റു വല്ല നമ്മുടെ ഫംഗ്ഷനുകൾ ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ മറ്റൊരാളെ പറ്റിയാണ് നമ്മുടെ ചർച്ചാ വിഷയമെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ്. കാരണം പലപ്പോഴും ഈ ഗീബത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പറയാൻ എന്താണ് ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും. കുറച്ച് ആൾക്കാർ കൂടി നിന്നാൽ പിന്നെ എന്താ പറയാ, പിന്നെ മറ്റവനെ കുറിച്ചിട്ടാണ് വർത്താനം, പിന്നെ ഓനെ കുറിച്ച് ഇങ്ങനെ ഓൻ്റെ തെറ്റുകൾ ഇങ്ങനെ പറയും. അത് കേട്ടു നിൽക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര രസമാണ്. അതുകൂടെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ ചേർത്ത് കൊടുക്കും, ആ ഓൻ അങ്ങനെയാണ്, ഓനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ഓന് കഴിഞ്ഞാലോ അടുത്ത ആൾക്കാരാണ്. അപ്പം അതിങ്ങനെ എന്ത് ചെയ്യും, പോകും. നമ്മളെ ഒരു കൂട്ടം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പണി എന്താ, ഗീബത്ത് പറയാ എന്നുള്ളതാണ്. അപ്പോൾ ഗീബത്ത് കബായിറിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്, ചെറിയ പാമ്പല്ല, വൻപാപത്തിലാണ് ഗീബത്ത് എണ്ണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഗീബത്ത് എന്നതിനൊന്നുമില്ല, യാതൊരു പരിധിയുമില്ലാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കാലത്ത് ഒരാൾ ഗീബത്ത് പറയുമ്പോൾ അത് കേട്ട് നിൽക്കാനും പാടില്ല. ഗീബത്ത് പറയുമ്പോൾ എന്ത് ചെയ്യാ, നമ്മളൊന്നും അങ്ങോട്ട് പറയണില്ല, എന്നാൽ കേട്ട് എന്ത് ചെയ്യാ, മൗനിയായിട്ട് നിൽക്കുക എന്നുള്ളതും
പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഗീബത്ത് പറയുന്ന സദസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കണം എന്നാണ് പറയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ്, പാപ്പരായ വ്യക്തി എന്നറിയുമോ എന്ന് ചോദിക്കാൻ. ആ സമയത്ത് സ്വഹാബാക്കൾ പറയുന്നത്, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാഅ. ദിർഹമില്ലാത്ത ആളുകളാണ് പ്രവാചകരെ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിർഹമില്ല, ദുനിയാവിന്റെ മതാഅകൾ, ഓഹരികൾ അവരുടെ അടുക്കലില്ല, ഇവരാണ് മുഫ്ലിസായ ആളുകൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കാൻ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും. എന്തുമായി? ബി സ്വലാത്തി, നിസ്കാരമായിക്കൊണ്ട്, വസിയാമിൻ വസകാത്തിൻ, നോമ്പ്, സകാത്ത്, നിസ്കാരം എല്ലാം കൊണ്ടെന്തെയും അവർ വരും. എന്നാൽ അവരുടെ പ്രശ്നം എന്താ? വയഅതി ഖദ് ശതമ ഹാദാ, ഇവനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. വഖദഫ ഹാദാ, ഇവനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാവും. വഅകല മാല ഹാദാ, മറ്റവന്റെ ധനം, മറ്റവന്റെ ഭക്ഷണം അവൻ എടുത്തിട്ടുണ്ടാവും. വസഫക ദമ ഹാദാ, അതല്ലെങ്കിൽ മറ്റു വ്യക്തിയുടെ രക്തം ചീന്തിയിട്ടുണ്ടാകും. വളറബ ഹാദാ, മറ്റൊരാളെ അടിച്ചിട്ടുണ്ടാകും. ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, അങ്ങനെ എന്ത് ചെയ്യും? അവന്റെ നന്മകൾ എടുത്ത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന, നന്മകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഓൻ എന്തൊക്കെ നന്മയാണോ ചെയ്തത് അതെല്ലാം മറ്റവന്റെ അക്കൗണ്ടിലേക്കാണ് വീഴാൻ. ഫൈനിൻതഹത് ഹസനാതുഹു, അവന്റെ ഹസനത്തുകൾ തീർന്നാലോ, ഖബല അൻ യഖ്ലിയ മാ അലൈഹി അഖദ മിൻ ഖതായാഹും, അവരുടെ തെറ്റെന്ത് ചെയ്യും? എടുക്കും. ഓൻ ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അവരുടെ തെറ്റെടുത്തിട്ട് മറ്റുള്ള ആരാണോ പറഞ്ഞത് അവർക്ക് എന്ത് ചെയ്യും? കൊടുക്കുന്ന. ഗീബത്ത് ആരാണോ പറഞ്ഞത് അവർക്ക് പിന്നെ എന്ത് ചെയ്യും? തെറ്റുകൾ കിട്ടും. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഓന്റെ നന്മയും പോയി, അതേപോലെ തന്നെ കുറെ തിന്മ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് ഒരാൾ ഗീബത്ത് പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് യാതൊരു നഷ്ടമില്ല, നമുക്കെന്തില്ല? യാതൊരു നഷ്ടമില്ല, നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പേ ഉള്ളൂ എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാണ്, ഞാൻ ഗീബത്ത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെ കുറിച്ചും ഉപ്പാനെ കുറിച്ചിട്ടായിരിക്കും ഗീബത്ത് പറയാം. കാരണം അങ്ങനെയാണെങ്കിൽ എന്താണ്? അവർക്ക് എന്ത് ചെയ്യും? ഒരുപാട് പ്രതിഫലം കിട്ടുന്ന. മറ്റേത് നമ്മൾ ആരെക്കുറിച്ചൊക്കെ പറയുന്നു, ഒരു നമ്മുടെ നന്മകളൊക്കെ എന്ത് ചെയ്യുന്നു? എടുത്തു കൊണ്ടുപോകുന്നു എന്നതാണ്. അപ്പൊ ഒരിക്കലും ഒരാൾ നമ്മെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്ന വിഷയമാണ്. ഉസ്താദുമാരായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെ കൂലി അങ്ങനെ നമുക്ക് കിട്ടാനുണ്ടെന്നാണ്. കാരണം കുറെ കുട്ടികൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഉസ്താദുമാരായിട്ട് കുറെ കുറ്റങ്ങൾ പറയും. അപ്പം അങ്ങനെ കുറെ പ്രതിഫലം കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരാൾ ഗീബത്ത് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശൈലി. ഞാൻ പുറത്തു കൊടുക്കൂല, ഞാൻ അള്ളാഹ്ക്ക് വിട്ടിക്കാണ് എന്നൊക്കെ ഒരാൾക്ക് പറയാം. പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് പുറത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു മനസ്ഥിതി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അതായിരുന്നു റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മൻ യൽമനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. ഒരാൾ അവൻ്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും അവൻ്റെ നാവിനെയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഓന് സ്വർഗത്തിന് വേണ്ടി വാദിക്കും എന്നുള്ളതാണ്. അപ്പം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നാവിനെ സൂക്ഷിക്കുക, ഗീബത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതൊക്കെ. അതായത് പണ്ഡിതന്മാർ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ്, ഒരു മജ്ലിസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മജ്ലിസിനെ നന്മയുടെ മജ്ലിസാക്കി മാറ്റാൻ പറ്റാന്നുള്ളത് എന്താണ്? വലിയ തൗഫീഖാണ് അള്ളാഹു ഒരു വ്യക്തിക്ക് നൽകുന്നതിൽ വെച്ചെന്നാണ്. അതായത് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ചകൾ മാറും. പിന്നെ നല്ല ചർച്ചകളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക, ദീനീപരമായ ചർച്ചകളാണ്. എന്നാൽ അതേ സമയത്ത് ചില ആളുകൾ വന്നാലോ വളരെ മോശപ്പെട്ട ചർച്ചകളായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു മജ്ലിസിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാലും ആ മജ്ലിസിന് എന്താക്കാൻ പറ്റണം? അറിവിൻ്റെ സദസ്സാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു മജ്ലിസും നമുക്ക് എന്ത് ചെയ്യും? ഉപകരിക്കും. നാളെ ഖിയാമത്ത് നാളിൽ നമുക്കത് അനുകൂലമാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും നമ്മുടെ മേൽ ഉണ്ടാവുക. അപ്പം അതാണ് ആ ആയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈലുൻ, നാശമുണ്ടാകട്ടെ, ലികുല്ലി ഹുമസത്തിൻ ലുമസ, കുത്തുവാക്ക് പറയുന്ന, ആക്ഷേപം പറയുന്ന ആളുകൾക്ക്
നാശമുണ്ടാകട്ടെ എന്നാണ്. അപ്പൊ ഇത് ശരിക്കും പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഉമയ്യത്തിനെ പോലെയുള്ള ആളുകൾ റസൂലിനെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ചിട്ടാണ് എന്ത് ഇത് പറയുന്നത്. പക്ഷേ ആളുകളെ പറയണില്ല, മറിച്ച് എന്താണ് മൊത്തത്തിൽ കാര്യം പറയണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നും ഇതെന്നെ കുറിച്ചാണോ പറഞ്ഞത്, അതല്ല ഇവരെ കുറിച്ചാണോ പറഞ്ഞത് എന്നൊരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് മൊത്തത്തിൽ പറഞ്ഞത്. എല്ലാ ആളുകൾക്കും എന്താണ് നാശം, ആരൊക്കെയാണോ അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുന്നത് എന്ന രൂപത്തിൽ. മറ്റു സൂറത്തുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? സമാനമായ ആയത്തിൽ ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 79-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഖലമിലെ 11-ാമത്തെ ആയത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉപയോഗിച്ച സീഗ രൂപം എന്നുള്ളത് ഹുമസ എന്നുള്ളതാണ്. ഹുമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സൂപ്പർലേറ്റീവ് ഫോമാണെന്ത് ഹുമസ എന്നുള്ളത്. അപ്പം അങ്ങേയറ്റത്തെ കുത്തുവാക്കുകളും അതേപോലെ തന്നെ അവഹേളനങ്ങളും നടത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാം. ഒന്നാമത്തെ വിഭാഗം നാശത്തിലായ ആളുകൾ ആരാ? ഗീബത്ത് പറയുന്ന, അതേപോലെ തന്നെ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ധനം എന്ത് ചെയ്യാം? ധനം ശേഖരിച്ചു വെക്കുക, എന്നിട്ടത് എണ്ണി നോക്കുകയും ചെയ്യുക, അവർക്കും നാശമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഇവിടെ ധനം ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഓൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. ദുനിയാവിലോ ജീവിക്കുന്ന എന്തിനാ? പൈസ ഉണ്ടാക്കാനാണ്. അതല്ലാത്ത മറ്റൊരു ലക്ഷ്യം എന്തില്ല ഓൻക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓൻ ദുനിയാവിൽ ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കുക. മറ്റൊന്ന്, ഓൻ ആ ഉണ്ടാക്കിയ പൈസ എന്ത് ചെയ്യൂല? ചെലവഴിക്കൂല. ഉണ്ടാക്കിയ പൈസ അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യൂല? ചെലവഴിക്കൂല എന്നുള്ളതാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. അല്ലാഹു അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് അവർ ചെയ്യുന്നത്? അവർ പിശുക്ക് കാണിക്കുകയാണെന്ന്. അവരെന്ത് ചെയ്യാണ്? പിശുക്ക് കാണിക്കുകയാണ്. പിശുക്ക് കാണിക്കുകയാണെന്ന് മാത്രമല്ല, വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളോട് എന്ത് ചെയ്യുന്നു? പിശുക്ക് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതേപോലെ സൂറത്തുൽ മആരിജിലെ 18-ാമത്തെ ആയത്തിലും സമാനമായ ആശയമുള്ള ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വജമഅ ഫഔഅ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത് എന്താ? ധനത്തിന് മാത്രം ഫോക്കസ് നൽകി അതിന് മാത്രം ജീവിക്കുക, അതേപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിലൊന്നും ചെലവഴിക്കാതിരിക്കുക, ഇതിനെയാണ് വിലക്കിയിട്ടുള്ളത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും എന്തുണ്ട്? ഒരു ഫിത്ന ഉണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ, എൻ്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്താ? അത് ധനമാണ്. അപ്പൊ പൈസയോട് ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഖിയാമത്ത് നാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനോട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണെന്ത്? അവൻ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കി എന്നതെന്ത് ചെയ്യും? അവൻ ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ തന്നെ എന്തിന് ചെലവഴിച്ചു, ഏത് മാർഗത്തിലൂടെ അവൻ ചെലവഴിച്ചു. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? അവൻ നേരിടണം. അപ്പൊ തോന്നിയെടുത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല എന്നതാണ്. അപ്പൊ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കച്ചവടം എന്ത് ചെയ്യണം? അവൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. എവിടെയാണ് കച്ചവടത്തിൽ ഹറാമ് വരിക, എവിടെയാണ് കച്ചവടത്തിൽ ഹലാലായ കച്ചവടങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചിരിക്കൽ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. കാരണം ഓൻ്റെ ഫീൽഡ് അതാണ്, ഓൻ ഇടപെടുന്ന ഫീൽഡ് അതായതുകൊണ്ട് തന്നെ ഓനതെന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പൊ അവിടെ താബിഈങ്ങളായ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ, ജോലിക്ക് വേണ്ടി പുറത്തു പോകുമ്പോൾ പുറത്തു നിന്ന് ഭാര്യയും മകളും എന്തെയും ഉപ്പാനോട് പറയുന്ന, അതായത് നിങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യരുത്, ഒരു ഉരുള പോലും ഇവിടത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാം? പട്ടിണി സഹിച്ചു കൊള്ളാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല? നരകത്തിന്റെ തീ നമുക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നും എന്ത് ചെയ്യരുത്, കൊണ്ടുവരരുത് എന്ന് ഭാര്യയും മകളും പറയുന്ന. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. നിങ്ങൾ എന്തുണ്ടാക്കിയാലും പ്രശ്നമില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി, ഒരുക്കെന്ത് ചെയ്താൽ മതി, ഇന്ന കാര്യം നടന്നു കിട്ടിയാൽ മതി. പൈസ എവിടുന്നുള്ളത് എന്തല്ല നമ്മുടെ വിഷയമല്ല
എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടുന്ന് ഉണ്ടാക്കുന്നു എന്നതും എന്താണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ ചെലവഴിക്കുന്നിടത്തും എന്ത് ചെയ്യണം, നമ്മൾ മിതത്വം പാലിക്കണം എന്നുള്ളതാണ്. ഇബാദുർ റഹ്മാൻ അള്ളാന്റെ അടിമകളുടെ വിശേഷണം പറയുന്നിടത്ത് എടുത്തു പറയുന്ന കാര്യമാണെന്ത്, അവർ ധനം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, അമിത വ്യയം അവർ ചെയ്യൂല എന്നാണ്. അമിതമായിട്ട് എന്ത് ചെയ്യാം, ചെലവഴിക്കുക എന്നുള്ളതാണ്. അവർ ലാ യുസ്രിഫൂൻ വലാ യഖ്തുറൂൻ വകാന ബൈന ദാലിക ഖവാമ. അമിതമായി ചെലവഴിക്കൂല, എന്നാൽ പിടിച്ചു വെക്കൂല, മധ്യമമായ രൂപത്തിലാണ് എന്ത് ചെയ്യുക, അവർ ചെലവഴിക്കുക. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അമിതമായും ചെലവഴിക്കേണ്ട, എന്നാൽ പറ്റ ചെലവഴിക്കാതെ എന്ത് ചെയ്യുക, പിശുക്ക് കാണിച്ച് നടക്കുക, അതും ചെയ്യരുത് എന്ന്. അപ്പൊ ധനത്തിന് അറബിയിൽ മാൽ എന്നാണ് പറയാം. എന്തുകൊണ്ടാ മാൽ എന്ന് പറയാൻ കാരണം, അതായത് മാൽ എന്ന് പറയാൻ നല്ലൊരു ബന്ധമുണ്ട്. മാല എന്ന് പറഞ്ഞാല് ചായുക എന്നാണ്. മാല എന്ന് പറഞ്ഞാല് അറബിയിൽ ചായുക. അപ്പൊ സ്വാഭാവികമായിട്ടും മാൽ, ധനത്തോട് മനുഷ്യൻ എന്തുണ്ട്, ഒരു ചായുണ്ട്. അതുകൊണ്ടാണ് മാൽ എന്ന് പറയപ്പെട്ടതെന്നാണ്. അപ്പൊ അറബിയിൽ അങ്ങനെ ചില വാക്കുകളുണ്ട്. അപ്പൊ മനുഷ്യൻ ഇൻസാൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇൻസാൻ എന്ന് പറയാൻ കാരണം, ഇൻസാൻ എന്നത് ശരിക്കും വന്നത്, അതിന്റെ റൂട്ട് വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന്റെ അസല് വാക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നെസിയ എന്നതിൽ നിന്നാണ് വന്നത്, അതായത് മനുഷ്യൻ മറക്കുന്നവനാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഇൻസാൻ എന്ന് പേര് ലഭിച്ചത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, മനുഷ്യൻ എപ്പോഴും മറ്റൊരാൾ അവന്റെ കൂടെ എന്ത് ചെയ്യണം, ഉണ്ടാകണം, ഇണങ്ങാൻ ആഗ്രഹിക്കുന്നവനാണ് ആര്, മനുഷ്യൻ. അപ്പൊ ഉൻസ് എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്, ഇൻസാൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, അതിന്റെ അർത്ഥവുമായി ആഴത്തിലുള്ള ബന്ധം അറബി ഭാഷക്ക് വാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കൽബ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൽബ് എന്ന് പേര് വിളിക്കാൻ കാരണം, അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. കൽബ് സുമ്മിയൽ കൽബു കൽബൻ ലിതഖല്ലുബിഹി. കൽബ് എന്ന് വിളിക്കാൻ കാരണം കൽബ് എന്താണ്, മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ധനത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ ഖൈറ ഫീമൻ ലാ യുരീദു ജംഅൽ മാലി മിൻ ഹല്ലി യകുഫു ബിഹി വജ്ഹഹു അനിൻ നാസ് വയസിലു ബിഹി റഹിമ വയുഅതി ഹഖ്ഖഹു. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാൻ, അതായത് ഒരു മനുഷ്യനിൽ ഖൈറില്ല, എങ്ങനെയുള്ള മനുഷ്യനാണ്, ഓൻ ധനം ശേഖരിക്കുന്നില്ല എന്നാണ്. ധനം ശേഖരിക്കാത്ത ഒരു മനുഷ്യനിൽ ഖൈറില്ല. ഏതു മാർഗത്തിൽ ധനം ശേഖരിക്കണം, ഹലാലായ മാർഗത്തിൽ ധനം ശേഖരിക്കാത്തവനിൽ യാതൊരു ഖൈറുമില്ല. കാരണം ധനം ശേഖരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താ, അവൻ ആളുകളോട് ചോദിക്കേണ്ടി വരും, ആളുകളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. അപ്പൊ അതൊരിക്കലും എന്തല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒന്നല്ല. മുസ്ലിം എപ്പോഴും അവന്റെ കൈ കൊണ്ടുണ്ടാക്കിയത്, അവൻ സമ്പാദിച്ചെടുത്തതിൽ നിന്ന് എന്ത് ചെയ്യണം, ചെലവഴിക്കണം. ആ നമ്മുടെ പ്രതാപം എന്ത് ചെയ്യും, അതിലൂടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ യകുഫു ബിഹാ വജ്ഹഹു അനിന്നാസ്. അപ്പൊ ജനങ്ങളുടെ മുമ്പ് പോയി ചോദിക്കുന്നതിന് എന്ത് ചെയ്യും, അത് തടഞ്ഞു നിർത്തും ഓന് സമ്പാദിച്ചു കഴിഞ്ഞാൽ. അതേപോലെ അവന്റെ കുടുംബ ബന്ധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവനക്ക് ചേർക്കാൻ പറ്റും. വയുഅതി ഹഖ്ഖഹു, അവന് അവന്റെ ഹക്ക് പൂർത്തീകരിക്കുവാനും അതിലൂടെ പറ്റും എന്നതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ബാക്കിയുള്ളവന്റെ ധനം നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല എന്നതാണ്. അവിടെ മറ്റൊരാൾ എന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ പോലും ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യാറില്ല, സ്വീകരിക്കാറില്ല എന്നതാണ്. കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അവരുടെ കീഴിലായി പോവും. സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കീഴിലായി പോവും എന്ന് പേടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്യാറില്ല, യാതൊരു ഗിഫ്റ്റും എന്ത് ചെയ്യാറില്ല, അവർ സ്വീകരിക്കാറില്ല. കാരണം അത് അവരുടെ ഇൽമിനെ ബാധിക്കും, അത് അവരുടെ അറിവിനെ ബാധിക്കും. പിന്നീട് ഹക്ക് പറയുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, അവരത് തടഞ്ഞു നിർത്തും. അതുകൊണ്ട് പലപ്പോഴും പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണെന്ത്, അങ്ങനെ ഹദിയകൾ സ്വീകരിക്കുക എന്നതിന് എന്ത് ചെയ്യണം, അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, നമ്മളൊരു പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതാണ്, അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഭരണാധികാരി പറയുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം എന്ത് പറയുന്നത്, എൻ്റെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ തുല്ലാബുകൾ അത്ഭുതപ്പെടും. കാരണം എപ്പോഴും ഊണിലും ഉറക്കത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള
തുല്ലാബുകളാണ്, വിദ്യാർത്ഥികളാണ്. അവരാകെ അത്ഭുതപ്പെടും. ഇത്രയും വർഷം നമ്മൾ ഷെയ്ഖിൻ്റെ കൂടെ നടന്നിട്ട് ഷെയ്ഖിൻ്റെ വീടുണ്ടാക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഷെയ്ഖിനോട് ചോദിക്കും. അപ്പോഴാണ് ഷെയ്ഖ് പറയാം, എൻ്റെ ഖബർ എന്താണ്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. എൻ്റെ ഖബർ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ ഷെയ്ഖ് സംസാരിച്ചു എന്നാണ്. അപ്പം അതൊക്കെയാണ് യഥാർത്ഥ പണ്ഡിതന്മാരുടെ അടയാളം എന്നുള്ളതാണ്. ആരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യൂല, കൈനീട്ടി അവരുടെ ഔദാര്യം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, തഇസ അബ്ദുദ് ദീനാരി തഇസ അബ്ദുദ് ദിർഹം തഇസ അബ്ദുൽ ഖമീസ തഇസ അബ്ദുൽ ഖമീല ഇൻ ഉഅതിയ റളിയ വഇൻ ലം യുഅത സഖിത തഇസ വൻതകസ വഇദാ ശീക ഫലാ ഇൻതഖശ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി ഉമ്മത്തിന് ഉണർത്തിയ വിഷയമാണ് എന്ത്, ധനം ഫിത്നയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പരസ്പരം വഞ്ചിക്കുന്ന അവസ്ഥ ധനത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നാണ്. പല ആളുകളും പറയുന്ന വിഷയമാണ്, അതായത് ബിസിനസ്സിൻ്റെ വിഷയത്തിലൊക്കെ ബിസിനസ്സിൻ്റെ അസലെന്താ, ഒരാളിലും വിശ്വസിക്കാൻ പാടില്ല എന്നതാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അവൻ്റെ ബിസിനസ് തകർന്നു എന്ന രൂപത്തിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. കാരണം വിശ്വസിച്ച് ഏൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എടുത്തുകൊണ്ടുപോവുകയും വലിയ നഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടാവുക എന്നുള്ളത് എന്താ, ഒരു വലിയ കുഴപ്പമാണ് അവിടെ അത് നമുക്ക് അറിയിച്ചു തരുന്നത് എന്നാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥ, അതായത് നമ്മെക്കുറിച്ച് വിശ്വാസമില്ലായ്മ ഉണ്ടാവുക എന്നത് ഒരിക്കലും എന്തല്ല, ശരിയായ ഒരു വിഷയമല്ല. ധനം ഇടപാട് നടത്തുന്നിടത്ത് അങ്ങേയറ്റത്തെ സൂക്ഷ്മത എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കണം. കാരണം മറ്റൊരാളുടെ ഒരു ഉറുപ്പ്യ പോലും നമ്മുടെ കൈകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ശേഖരിച്ച് രേഖപ്പെടുത്തി വെക്കണം. കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അതല്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നത്, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, വിദൂര യാത്ര നടത്തുന്നു, യുതീരു സഫർ, അങ്ങേയറ്റത്തെ വലിയ യാത്ര, എന്നിട്ടോ അശ്അസ അഗ്ബറ യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. ഒന്ന് യാത്രക്കാരനാണ്, മറ്റൊന്ന് കൈകൾ ഉയർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു സമയമാണ് എന്ത്, യാത്രയുടെ സമയം ഒന്ന്. രണ്ടാമത്തേത്, അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൈകൾ നീട്ടിക്കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരടിമ കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വെറും കൈയോടെ മടക്കി അയക്കുക എന്നതിനെ ലജ്ജിക്കുന്നു എന്ന ഹദീസും അവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് കാരണങ്ങൾ ഒത്തുവന്നു. പിന്നെയോ യാ റബ്ബി യാ റബ്ബ്, ഓ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ എന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹിൻ്റെ നാമങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതും അവിടെ വന്നു. പക്ഷെ എന്താ പ്രശ്നം, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ്റെ പാർപ്പിടം ഹറാമാണ്, അവൻ്റെ വസ്ത്രം ഹറാമാണ്, അവൻ ഉണ്ടാക്കപ്പെട്ടത് തന്നെ എന്താണ്, ഹറാമ് കൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് മോൻക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ വാങ്ങുന്ന പലതും എന്താണ്, ഹറാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൂടെയാണ് പല വസ്തുക്കളും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ വീട് വെക്കുന്നത് പലിശ വാങ്ങിയിട്ടാണ്. ഒരു മുസ്ലിമിന് പലിശയുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇടപാട് നടത്താൻ വകുപ്പില്ല. ഓൻ ജീവിക്കുന്നതോ ഹറാമിലാണ്, അപ്പോൾ ഓൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ ഹറാമിലാണോ കാലാകാലം എന്ത് ചെയ്യുക, ജീവിച്ചു പോവാന്നാണ്. അവൻ്റെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, യാതൊരു ബറക്കത്തും ആ പലിശയുടെ വീടിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലിശയുമായി ആരൊക്കെ ബന്ധപ്പെട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവൻ്റെ ആഖിബത്ത് മോശമായിരിക്കുന്ന, അവൻ്റെ ആഖിബത്ത് പലിശയുമായി ബന്ധപ്പെട്ടോ അവൻ്റെ ആഖിബത്ത് പാപ്പരത്വത്തിലേക്കാണ്, ഫഖറിലേക്കാണ് എന്ത് ചെയ്യുക, എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ EMI എന്താ, EMI പലിശ ഉണ്ട്. കാരണം അടവ് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടവ് തെറ്റിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്ക് എങ്ങനെയാണ്, പലിശരഹിതം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക, നോ ലോൺ എന്നാ പറയാം. പക്ഷെ എന്തുണ്ട്, അതിൽ പലിശ വരുന്നുണ്ട് എന്നതാണ്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. നമ്മുടെ ആളുകൾ പറയുന്നത് എന്താ, അടവ് തെറ്റിക്കാതെ എന്നാ പോരെ
എന്നാ പറയാം. പക്ഷെ അളവ് തെറ്റിച്ചു കഴിഞ്ഞാൽ വലിയ സംഖ്യ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അതൊക്കെ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. അപ്പം അത് അങ്ങേയറ്റം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതേ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, ധനം ശേഖരിക്കുക, അതിങ്ങനെ എണ്ണി പെരുപ്പുണ്ടാക്കുക എന്നുള്ളത് ഒരു വശത്ത്. എന്നാൽ ഇപ്പോൾ സമൂഹത്തിലുള്ള യുവാക്കളുടെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, പണിയെടുക്കാതെ വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതൊന്നല്ല ശരിയായ ഒരു നിലപാടല്ല. വലാ തൻസ നസീബക മിനദ്ദുനിയ, ദുനിയാവിലെ നിന്റെ നസീബ് എന്ത് ചെയ്യരുത്, നിന്റെ ഓഹരി നീ മറന്നു കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പണിയെടുക്കാതെ ബാക്കിയുള്ളവന്റെ ചെലവിൽ ജീവിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസ്കിന് വേണ്ടി പുറപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യും, നമുക്കത് ഒരുക്കി തരും എന്നുള്ളതാണ്. പിന്നെ അവസാനമായി ധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ളത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക. വലാ തൻദുറു, നോക്കരുത് എന്നാ പറയുന്നത്, നഹിയാണ്. നഹി തഹ്രീമിനെയാണ് തേടുന്നത്. നിങ്ങൾ ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഇലാ മൻ ഹുവ ഫൗകകും, ആരിലേക്ക്, നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്, അതാണ് ഏറ്റവും നല്ലത്. എന്തിന്, അള്ളാന്റെ അനുഗ്രഹത്തിന്റെ വില അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം എന്ന്. അപ്പൊ ദുനിയാവിന്റെ ഓഹരികളുടെ അസ്ല്, ദുനിയാവിൽ എന്തുണ്ടെങ്കിലും നമ്മൾ എന്തിലേക്കാണ് നോക്കേണ്ടത്, താഴെയുള്ള ആളുകളിലേക്കാണ് നോക്കേണ്ടത്. എന്നാലേ അള്ളാന്റെ അനുഗ്രഹം എന്ത് ചെയ്യുള്ളൂ, തിരിച്ചറിയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞാലേ ആ അനുഗ്രഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ശുക്റുകൾ അർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും താഴെയുള്ള ഒന്നുമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഷെയ്ഖ് റസ്ലാൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കാൻ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫഖർ എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് വലിയ ചോദ്യമാണ്. നമ്മൾ ദാരിദ്ര്യം എന്ത് എന്ന് അറിഞ്ഞിട്ടുണ്ടോ, എന്താ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് അറിഞ്ഞെന്തുണ്ട്, ഒരുപാട് ആളുകളുണ്ട് എന്നത് വലിയ വസ്തുതയാണ്. ഒരിക്കലും നമ്മൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ടൊന്നും അങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. മറിച്ച് നമ്മൾ പലപ്പോഴും എന്താ കഴിക്കുക എന്നാണ് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ഒരുപാട് കാരണം എന്തുണ്ട്, കഴിക്കാനുണ്ടാവും, അതാണോ തിന്ന ഇതാണോ തിന്ന എന്നതാണ് നമ്മുടെ ചർച്ച. പക്ഷെ ഇവരെ ചർച്ച എന്താ, ഒന്നും തിന്നാനില്ല, എന്താ കിട്ടുക എന്നാണ് എന്ത് ചെയ്യുക, ആലോചിച്ച് നിൽക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനുഗ്രഹത്താൽ, ഒരുപാട് അനുഗ്രഹത്താൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് അനുഗ്രഹത്താൽ നമ്മൾ മൂടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വലിയ നിഅമത്തുകൾ നമ്മളതിന്, വലിയ ശുക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനർപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വീതിച്ചു തന്നിട്ടുണ്ടാവും. അതെല്ലാവരും പൈസക്കാരാക്കൂല. അല്ലാഹ് നിനക്ക് വീതിച്ചു തന്നതിൽ എന്ത് ചെയ്യാം, നീ തൃപ്തിപ്പെടുക. അങ്ങനെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാലോ, തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധനികനാരായിരിക്കും, നീ ആയിരിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ ധനികൻ ആ വ്യക്തിയായിരിക്കും. അപ്പോൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന്. ഈ ആയത്തിൽ ദമ്മ് വന്നിട്ടുള്ളത്, ആക്ഷേപം വന്നിട്ടുള്ളത്, ധനം ശേഖരിച്ചു വെച്ച് ധനത്തോട് അമിതമായ സ്നേഹം കാണിച്ച് അത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുക എന്നതിനെയാണെന്ത് ഈ ആയത്തിൽ ദമ്മായി, ആക്ഷേപമായി സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ രണ്ട് കൂട്ടം ആളുകൾക്ക്, ജനങ്ങളെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന, ധനം ശേഖരിക്കുകയും എന്നിട്ടത് എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് വൈലുൻ, അവർക്ക് എന്തുണ്ട്, നാശമുണ്ട്. എന്നിട്ട് പറയാം കല്ല, കാര്യം അങ്ങനെയല്ല. അല്ല, അതിന്റെ മുമ്പൊരായത്തുണ്ട്, യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു, അവൻ വിചാരിക്കുകയാണ്, എന്താ വിചാരിക്കുന്നത്, അന്ന മാലഹു, തീർച്ചയായും അവന്റെ ധനം എന്ത് ചെയ്യും, അഖ്ലദഹു, അവനെ ശാശ്വതനാക്കും. അതായത് അവന്റെ ധനം എന്ത് ചെയ്തു, അവന്റെ ധനം അവന് മതിയായതാണ്, ആ ധനം തന്നെയാണ് എന്ത്, ദുനിയാവിലെ ജീവിതം എന്നാണ് എന്ത് ചെയ്യുന്നത്, അവൻ വിചാരിക്കുന്നത് എന്ന്. അപ്പൊ ധനം നമ്മെ ഒരിക്കലും എന്ത് ചെയ്യൂല, ശാശ്വതനാക്കൂ, ഒരിക്കലും ഇല്ല. ഒരിക്കലും ധനം നമ്മെ ശാശ്വതനാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഈ മൂന്നെണ്ണം പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഓൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യം. കല്ല, അവൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ധനം ചെയ്യൂല, അവനെ ശാശ്വതനാക്കുകയില്ല. മറിച്ച് എന്താ ചെയ്യാ, ലയുംബദന്ന ഫിൽ ഹുതമ, ഹുതമയിൽ അവൻ എന്ത് ചെയ്യും, എറിയപ്പെടുന്ന. നബദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിന്ദ്യനാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, എറിയപ്പെടുന്നതിനെയാണ് നബദ എന്ന് പറയാം.
അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ആളുകളെ നിസ്സംശയം അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. ഈ ഹുതമ എന്ന് പ്രയോഗിക്കാൻ കാരണം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിലുള്ള പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആദ്യം സൂചിപ്പിച്ചത് എന്താ? വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. ഹുമസയും ഹുതമയും എടുത്തു നോക്കിയേ, ഒരേ വാചകം, ഒരേ രൂപമാണ്. ഹുമസ ഹുതമ, ഹുമസ ഹുതമ എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? അതിൽ ആ സൂറത്തിൽ അള്ളാഹ് ഒരേപോലെയാക്കി. ഒരാൾ ഹുമസയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തുണ്ട്? ഹുതമയുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഹുമസയിലൂടെ നടക്കുന്ന എന്താ? ഓൻ ജനങ്ങളുടെ ഇറച്ചി തിന്നാണ്. ജനങ്ങളുടെ ഇറച്ചിയാണ് എന്ത് ചെയ്യുന്നത്? ഹുമസയിലൂടെ ഓൻ തിന്നുന്നത് എന്നാണ്. എന്നാൽ ഹുതമയിൽ എന്താ ചെയ്യപ്പെടുക? ഓന്റെ തൊലിയും അതേപോലെ തന്നെ ഓന്റെ ഇറച്ചി എന്ത് ചെയ്യും? നരകം തിന്നുന്നാണ്. ഓന്റെ ഇറച്ചിയും അതേപോലെ തന്നെ ഓന്റെ തൊലിയും എന്ത് ചെയ്യും? നരകം തിന്നും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതേ പ്രയോഗത്തിൽ അവർക്ക് എന്ത് ചെയ്തു? മറുപടി കൊടുത്തു എന്നാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ വയഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമയിൽ എന്ത് ചെയ്യും? അവർ നിന്ദ്യരാകുന്ന കോലത്തിൽ അവരെറിയപ്പെടും എന്നാണ്. എന്നിട്ട് ചോദിക്കാണ്, വമാ അദ്റാക മൽ ഹുതമ, നിനക്കെന്താണ് ഹുതമ എന്നറിയുന്ന. അപ്പൊ ശരിക്കും അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഹുതമ എന്നത് വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ചത് ആ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ശരിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ലൊമീറിട്ട് പറഞ്ഞാൽ മതി, ഹൂന്നോ ഹൂവാന്നോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാതെ വെളിവാക്കി പറയാനുള്ള കാരണം ആ ഗാംഭീര്യം ബോധ്യപ്പെടുത്താനാണ്. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്നാൽ എന്ത് എന്ന് നിനക്കറിയുമോ? അതെന്താ? നാറുല്ലാഹിൽ മൂഖദ, അത് അള്ളാഹുവിൻ്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. എന്ത്? ഹുതമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറുള്ള അള്ളാഹുവിൻ്റെ അഗ്നി. എങ്ങനെ? അൽ മൂഖദ, കത്തിയെരിയുന്ന ജ്വലിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നി. സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുക എന്താ? നരകത്തിൽ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല. അതിലെ വിറകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും കല്ലുകളുമാണെന്ത്? അതിലെ വിറകുകൾ എന്നാണ് പറയുന്നത്. ഇനി ആ നരകത്തിന്റെ അവസ്ഥയെ വിശേഷിപ്പിക്കാൻ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, അതെന്ത് ചെയ്യും? അല്ലതി ഇത്തലഅ യത്തലിഉ തത്തലിഉ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എന്ത് ചെയ്യാം? ഒരു കാര്യത്തെ അതിജയിക്കുന്ന, ഒരു കാര്യത്തിന്റെ മുകളിലേക്ക് എത്തുന്നതിനാണ് ഇത്തലഅ തത്തലിഉ എന്ന് പറയാം. അപ്പൊ ആ തീ എന്ത് ചെയ്യുന്നു? തത്തലിഉ അലൽ അഫ്ഇദ, അവന്റെ ഹൃദയങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കത്തിപ്പടരുന്നു എന്നതാണ്. അവന്റെ ഹൃദയത്തിലേക്ക് ആ തീ കത്തിപ്പടരുന്നു. അപ്പൊ അവിടെ ഹൃദയം മാത്രം പറയാനുള്ള ഒരു കാരണമായിക്കൊണ്ട് പറയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും എന്നാൽ ഏറ്റവും ലോലമായ ഭാഗവുമാണെന്ത്? ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൃദയത്തിലേക്ക് ആ തീ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അങ്ങേയറ്റത്തെ വേദന അതിലൂടെ ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഹൃദയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നാണ്. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. എന്നിട്ട് പിന്നെ പറയുന്നത് ഇന്നഹ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ എന്നാണ്. അതിനെ തന്നെ ആ നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയണം. ഇന്നഹ, തീർച്ചയായും ആ ഹുതമ എന്നുള്ളത്, ആ നരകം എന്നുള്ളത്, അലൈഹിം, അവരുടെ മേൽ, മുഅ്സദ, അടച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. മുഅ്സദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിന് എന്തുണ്ട്? വാതിലുകളുണ്ട്. അവർക്ക് പുറത്തു വരാൻ പറ്റുമോ? ഇല്ല. പുറത്തു വരാൻ പറ്റാത്ത കോലത്തിൽ അടക്കപ്പെട്ടിട്ടാണ് എന്തുള്ളത്? ആ നരകം ഉള്ളത് എന്നാണ്. അപ്പൊ അവർ പുറത്തു വരാൻ നോക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? അവർക്കത് പുറത്തു വരാൻ യാതൊരു വകുപ്പും അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, അവർ എപ്പോഴൊക്കെ അതിൽ നിന്ന് പുറത്തു പോകാൻ പരിശ്രമിക്കുന്നോ ആ സമയത്തെല്ലാം എന്ത് ചെയ്യും? അവർ അതിലേക്ക് തന്നെ എടുത്തെറിയപ്പെടും. എന്നിട്ട് അള്ളാഹു പറയാണ് ഫീ അമദിൻ മുമദ്ദദ. അപ്പൊ ഇന്നഹ അലൈഹിം മുഅ്സദ, അതെന്താണ്? തീർച്ചയായും അത് അവരുടെ മേൽ മൂടപ്പെട്ടിട്ടുണ്ട്, പുറത്തു പോകാൻ പറ്റാത്ത രൂപത്തിൽ. എന്തുകൊണ്ടാണ്? ഫീ അമദിൻ, തൂണുകൾ കൊണ്ട്, ഫീ അമദിൻ, സ്തംഭങ്ങൾ കൊണ്ട്,
മുമദ്ദദ, നീട്ടി ഉണ്ടാക്കപ്പെട്ട. അപ്പൊ വലിയ സ്തംഭങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നരകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? അവർക്ക് പുറത്തു പോകാൻ യാതൊരു വകുപ്പുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കക്ഷികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഒന്നാമത്തേത് ഹംസ് നടത്തുന്ന, അതായത് കുറ്റങ്ങൾ പറയുന്ന, അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന ആളുകളെ കുറിച്ചും, പിന്നെ ധനം ശേഖരിച്ച് അത് എണ്ണിത്തിട്ടപ്പെടുത്തുക, ധനത്തോട് അമിതമായ ഇഷ്ടമുണ്ടാവുക എന്നിങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഈ സൂറത്തിൽ പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഹലാക്കിന്റെ, നാശത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്ത്? ഈ വിശേഷണം അവൻ ഉണ്ടാവുക എന്നുള്ളത്. അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഉത്തമ എന്ന നരകത്തിലേക്ക് എന്ത് ചെയ്യും? വലിച്ചെറിയപ്പെടും എന്നതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്നിടത്തും അതേപോലെ നമ്മൾ ഇടപെടുന്ന സാമ്പത്തിക മേഖലയിലും അങ്ങേയറ്റത്തെ സൂക്ഷ്മത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ യഥാർത്ഥ അടിമകളായി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ചുരുക്കത്തിൽ ഈ സൂറത്ത് നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത്. അപ്പോൾ ഈ സൂറത്തിലൂടെ ഒരു മനുഷ്യൻ അവൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഏതൊരു നിലയിലാണ് ഇടപെടേണ്ടത് എന്നതിനുള്ള വളരെ കൃത്യമായ ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.